നമസ്കാരം. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ആരംഭിച്ച യുദ്ധം 39ാമത്തെ ദിവസമാണ് താൽക്കാലികമായ വെടിനിർത്തലിലേക്ക് വഴിതെളിച്ചത്. ഒരാഴ്ചയ്ക്കകം യുദ്ധം അവസാനിപ്പിച്ച് വിജയം കരസ്ഥമാക്കി മടങ്ങും എന്ന് കരുതിയാണ് ട്രംപ് ഇസ്രായേലിൻ്റെ വാക്ക് കേട്ട് ഇറാന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. ആഴ്ചകൾ പിന്നിട്ടപ്പോൾ എങ്ങനെ തലയൂരണമെന്നറിയാതെ ട്രംപ് അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിച്ചു. ട്രംപിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഭീഷണിയും മുന്നറിയിപ്പുമൊക്കെ കൊടുത്തു. എന്നിട്ടും ഇറാൻ വഴങ്ങിയില്ല. ഒടുവിൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. വെടിനിർത്തലിന് വേണ്ടി ഇറാൻ കാലിൽ പിടിക്കുന്നു, അതുകൊണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് ഏകപക്ഷീയമായി യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. അത് സംഭവിക്കാതിരിക്കാൻ ഇറാൻ അപ്പോഴും മിസൈലുകൾ അയച്ചുകൊണ്ടിരുന്നു. എല്ലാ പരിശ്രമങ്ങളും വൃഥാവിലായപ്പോൾ 48 മണിക്കൂറിനകം ഇറാനെ ചുട്ടരിക്കും, ഇറാൻ്റെ പവർ പ്ലാന്റുകളും പാലങ്ങളും തകർക്കും എന്ന ഭീഷണിയുമായി രംഗത്ത് വന്നു. ഇറാൻ അവഗണിച്ചു. ഒന്നല്ല 3 വട്ടം അവസാന നിമിഷം ആക്രമിക്കുന്ന തീയതി നീട്ടിവെച്ചു. ട്രംപിൻ്റെ വെല്ലുവിളിയെ പുച്ഛിച്ചു തള്ളുക മാത്രമല്ല, ട്രംപ് പറയുന്നത് തെറ്റാണ് എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാൻ തിരിച്ചാക്രമിക്കുകയും ചെയ്യുന്ന ഇറാൻ്റെ നീക്കത്തിന് മുൻപിൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ട്രംപിനെയാണ് നമ്മൾ പിന്നെ കാണുന്നത്. ഒടുവിൽ സഹികെട്ട് ഒരു ഭ്രാന്തനെ പോലെ ട്രംപ് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ ഇതാ തീർക്കാൻ പോകുന്നു. ഒരു ദിവസം കൂടി അന്ത്യശാസനത്തിൻ്റെ കാലാവധി നീട്ടി. അമേരിക്കൻ സമയം ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് എല്ലാം തച്ചുടയ്ക്കുമെന്ന് പറഞ്ഞു. 8 മണിക്കും 12 മണിക്കുമിടയിൽ 4 മണിക്കൂർ കൊണ്ട് ഇറാൻ എന്ന രാജ്യത്തിൻ്റെ സകല പവർ പ്ലാന്റുകളും സകല പാലങ്ങളും തകർക്കുമെന്ന് പറഞ്ഞു. ഇറാൻ എന്നിട്ടും ഗൗനിച്ചില്ല. മണിക്കൂറുകൾ അങ്ങനെ ക്ലോക്കിൽ നീങ്ങിക്കൊണ്ടിരുന്നു. 8 മണിയാവാൻ സമയമാകുന്നു. ഇന്ന് രാവിലെയാണ് ആ 8 മണിയാകുന്നത്. ഇനി അധികം മണിക്കൂറുകൾ അവശേഷിക്കാത്ത സാഹചര്യത്തിൽ ട്രംപ് ഒരു അന്ത്യശാസനം കൂടി കൊടുത്തു. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു സിവിലൈസേഷൻ ഇതാ ഇന്ന് രാത്രിയിൽ ഇല്ലാതാകാൻ പോകുന്നു. അതെ, ഇറാനിയൻ സിവിലൈസേഷൻ തന്നെ തകർക്കും. ഇറാനെ ഭൂപടത്തിൽ നിന്നും നീക്കം ചെയ്യുമെന്നായിരുന്നു അവസാന നിമിഷത്തെ വെല്ലുവിളി. ഇത് ലോകം ഗൗരവമായി എടുത്തു. ഐക്യരാഷ്ട്രസഭ മുതൽ ലോകരാഷ്ട്രങ്ങളൊക്കെ ട്രംപിനെ അപലപിച്ചു. ഡെമോക്രാറ്റുകൾ പരസ്യമായി ട്രംപിനെ തള്ളി രംഗത്തെത്തി. ട്രംപിൻ്റെ സ്വന്തം പാർട്ടിയിലും അനേകം നേതാക്കൾ ട്രംപിനോട് വിയോജിച്ചു. ഇവിടെയാണ് ട്രംപിന് അടിമുടി പാളിയത്. പറഞ്ഞത് ചെയ്യാൻ പറ്റില്ല എന്ന് ട്രംപിന് ബോധ്യമാകുന്നു. തൻ്റെ വാക്ക് പാലിക്കാൻ ഒരു നിവൃത്തിയുമില്ല. നാണം കേടിൻ്റെ അവസാന നിമിഷത്തിലേക്ക് നീങ്ങിയപ്പോൾ ട്രംപ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിക്കുന്നു. എങ്ങനെയെങ്കിലും ഇറാനോട് പറഞ്ഞ് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി സൈനിക മേധാവി അസീം മുനീറും അവസാന നീക്കം നടത്തുന്നു. എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ആകെ കൈവിട്ടു പോകും. പക്ഷേ ഇറാൻ വഴങ്ങുന്നില്ല. അവിടെയാണ് ചൈനയുടെ രംഗപ്രവേശം. ചൈനീസ് ഭരണാധികാരികൾ ഇറാനിയൻ ഭരണാധികാരികളെ വിളിക്കുന്നു. ഇതാണ് ഏറ്റവും അനുകൂലമായ സാഹചര്യം. അതുകൊണ്ട് ട്രംപ് പാകിസ്ഥാൻ വഴി മുമ്പോട്ട് വെച്ചിരിക്കുന്ന പ്രപ്പോസലിന് പകരമായി നിങ്ങളൊരു പ്രപ്പോസൽ അങ്ങോട്ട് വയ്ക്കൂ എന്ന് നിർദ്ദേശിക്കുന്നു. അമേരിക്ക 15 പ്രപ്പോസൽ റെഡിയാക്കി വെച്ചപ്പോൾ പുച്ഛിച്ചു തള്ളിയ ഇറാൻ പകരം ഒരു 10 പ്രപ്പോസൽ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു. അത് പാകിസ്ഥാന് കൈമാറുന്നു. ഈ പ്രപ്പോസൽ കണ്ട് ട്രംപ് ഞെട്ടിപ്പോകുന്നു. ട്രംപ് ഒരു 15 പ്രപ്പോസൽ മുമ്പോട്ട് വെച്ചിട്ട് നെഞ്ചു വിരിച്ച് നിന്നതാണ്. ആ പ്രപ്പോസലിൽ പറഞ്ഞിരുന്നത് ഹോർമുസ് കടലിടുക്കിൻ്റെ സകല നിയന്ത്രണങ്ങളും വിട്ടുകൊടുക്കുക, അണുവായുധ പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കുക, ഹിസ്ബുള്ള അടക്കമുള്ള ഭീകര സംഘടനകളെ പിന്തുണയ്ക്കില്ലെന്ന് വാക്ക് നൽകുക തുടങ്ങിയ 15 പദ്ധതികളായിരുന്നു. അതെല്ലാം തന്നെ ഇറാൻ നേരത്തെ തള്ളിയിരുന്നു. പകരം ഇറാൻ്റെ 10 പ്രപ്പോസലുകൾ പാകിസ്ഥാന് കൈമാറുന്നു. ട്രംപ് ആകപ്പാടെ പകച്ചു പോകുന്നു. യുദ്ധം പൂർണ്ണമായും ഇറാൻ ജയിക്കുന്ന തരത്തിലുള്ള പ്രപ്പോസലുകളാണ്. പക്ഷേ ട്രംപിന് മുമ്പിൽ ഇനി മണിക്കൂറുകൾ ബാക്കിയില്ല. തൽക്കാലം ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ ട്രംപ് പറഞ്ഞ വാക്ക് പാലിക്കേണ്ടി വരും, ആക്രമിക്കേണ്ടി വരും. ഇറാനെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി അവസാനത്തെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി മണിക്കൂറുകൾക്ക് മുമ്പ് കാർഗു ദ്വീപിലേക്ക് ചില ആക്രമണങ്ങൾ നടത്തിയിരുന്നു. എന്നിട്ടും അവർ കുലുങ്ങാതെയാണ് ഈ പ്രപ്പോസൽ നൽകിയത്. ഒടുവിൽ മറ്റൊരു നിവൃത്തിയുമില്ലാതെ അക്ഷരാർത്ഥത്തിൽ അമേരിക്കയെയും ലോകത്തെയും നാണം കെടുത്തിക്കൊണ്ട് ട്രംപ് കീഴടങ്ങാൻ തീരുമാനിച്ചു. പ്രപ്പോസലിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ഒരക്ഷരം പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രപ്പോസലുകൾ കൊടുത്തിട്ടുണ്ട്. ആ പ്രപ്പോസലുകളെക്കുറിച്ച് ചർച്ച നടത്താൻ വേണ്ടി തൽക്കാലം വെടിനിർത്തുന്നു എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് തൻ്റെ വിജയമായി അത് സ്വയം ആഘോഷിക്കുന്നു. 2 ആഴ്ചത്തേക്കാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാൻ ആവട്ടെ ആരും തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ 10 പ്രപ്പോസലുകൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്,
ആ പ്രപ്പോസലുകൾ ചർച്ച ചെയ്യാം എന്ന് അമേരിക്ക സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം വെടിനിർത്തുന്നു. തൽക്കാലം 2 കാര്യങ്ങളെ പറയാനുള്ളൂ. ഒന്ന്, ഞങ്ങളുടെ മേൽ ആക്രമണം നടത്താതിരുന്നാൽ ഞങ്ങളും ആക്രമിക്കില്ല. 2, ഹോർമുസ് കടലിടുക്ക് തൽക്കാലത്തേക്ക് തുറന്നു കൊടുക്കും, പക്ഷേ ഞങ്ങളുടെ നിയന്ത്രണത്തിലാവും. ഇതല്ലേ ഇതിൻ്റെ കാതൽ? ഇറാൻ മുമ്പോട്ട് വെച്ചിരിക്കുന്ന 10 പ്രപ്പോസൽ കണ്ടാൽ ആരും മൂക്കത്ത് വിരൽ വെച്ച് പോകും. ഈ പ്രപ്പോസൽ അമേരിക്ക അംഗീകരിച്ചാൽ സമ്പൂർണ്ണമായി ഇറാൻ്റെ വിജയം അംഗീകരിക്കുന്നതിന് തുല്യമാണ്. അമേരിക്ക അംഗീകരിക്കുമോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ആ പ്രപ്പോസലിൻ്റെ വെളിച്ചത്തിലാണ് ഇറാൻ വെടിനിർത്തൽ സമ്മതിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഈ ചർച്ചകൾക്കൊന്നും ഒരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് ആക്രമിക്കാതിരുന്നാൽ അങ്ങോട്ട് ആക്രമിക്കില്ല എന്നത് ഇറാൻ്റെ നേരത്തെയുള്ള നിലപാടാണ്. ട്രംപ് തലയുരാൻ പറഞ്ഞത് അണുവായുധ പരീക്ഷണങ്ങൾ നടത്തില്ല എന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് വെടിനിർത്തലിന് തയ്യാറായതെന്നാണ്. ഇത് വളരെ വിചിത്രമായൊരു വാദമാണ്. അന്നും ഇന്നും ഇറാൻ പറയുന്നത് ഞങ്ങൾ അണുവായുധ പരീക്ഷണം നടത്തുന്നില്ല, അത് അമേരിക്കയുടെ തെറ്റിദ്ധാരണയാണ് എന്നാണ്. അതവർ ഒരിക്കൽ കൂടി ആവർത്തിച്ചു എന്ന് മാത്രം. എന്തായാലും മറ്റൊരു നിവൃത്തിയുമില്ലാതെ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് തലയൂരി. എന്നാൽ ട്രംപിനെ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ അവരുടെ 10 പ്രപ്പോസൽ പുറത്തേക്ക് വിട്ടു. ഈ പ്രപ്പോസൽ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു. അമേരിക്കക്കാർ വാ പൊളിച്ചു പോയി. ആ 10 പ്രപ്പോസൽ ചുരുക്കി പറയാം. 1, ഇറാന് മേൽ ഒരു തരത്തിലുള്ള ആക്രമണവും അരുത്, അതായത് ഇറാൻ്റെ മേലുള്ള എല്ലാ ആക്രമണവും നിർത്തിവെക്കണം. 2, യുറേനിയം എൻറിച്ച്മെൻറ്റ് നടത്താനുള്ള ഇറാൻ്റെ അവകാശം അംഗീകരിക്കണം. അതായത് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന യുറേനിയം എൻറിച്ച്മെൻറ്റ് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടത്. അത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്, അണുവായുധം ഉണ്ടാക്കുമെന്ന് ഭയന്നാണ് യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടത്. അത് നടത്താനുള്ള ഇറാൻ്റെ അവകാശം അംഗീകരിക്കണം. 3, പ്രാഥമിക ഉപരോധം പിൻവലിക്കണം. എന്ന് വെച്ചാൽ ഏറ്റവും അവശ്യ വസ്തുക്കൾക്കും അടിസ്ഥാന കാര്യങ്ങൾക്കുമുള്ള ഉപരോധം ഉടനെ പിൻവലിക്കണം. 4, തൊട്ട് പിന്നാലെ സെക്കൻഡറി ഉപരോധവും, അതായത് ബാക്കി ഉപരോധങ്ങളും പിൻവലിക്കണം. 5, ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഇറാന് തന്നെയാവണം. നോക്കൂ, ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നും ടോൾ വരി ഈടാക്കുമെന്നും ഒക്കെയാണ് ട്രംപ് പറഞ്ഞിരുന്നത്. ആ നിയന്ത്രണം വിട്ടുതരില്ല, അത് അവരോടൊപ്പമാവണം എന്ന് പറയുന്നു. 6, ഇറാനെതിരെയുള്ള ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ സുരക്ഷാ പ്രമേയങ്ങളും പിൻവലിക്കണം. 7, ബോർഡ് ഓഫ് ഗവർണേഴ്സ് റെസൊല്യൂഷൻസ് എല്ലാം പിൻവലിക്കണം ഇറാനെതിരെയുള്ളത്. 8, അമേരിക്കയും ഇസ്രായേലും നടത്തിയ യുദ്ധത്തിൽ ഇറാനുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം. 9, ഗൾഫ് റീജിയനിൽ നിന്ന്, GCC രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കൻ സേന പിന്മാറണം. 10, സകല യുദ്ധങ്ങളും ലെബനോനിൽ നടത്തുന്നതടക്കം അവസാനിപ്പിക്കണം. നോക്കൂ, ഈ 10 പ്രപ്പോസലുകളിൽ ആദ്യത്തേതൊഴികെ 9-ൽ ഒന്നെങ്കിലും അംഗീകരിക്കേണ്ടി വരുന്ന അമേരിക്കയുടെ അവസ്ഥ. ആദ്യത്തേത് ഞങ്ങളെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ്, മനസ്സിലാക്കാൻ പറ്റും, അത് അവസാനിപ്പിക്കാം. 2 മുതൽ താഴോട്ടുള്ള 9 പ്രപ്പോസലുകളും അമേരിക്കയുടെ നയത്തിനെതിരാണ്, ലോകത്തിൻ്റെ പ്രതീക്ഷയ്ക്കെതിരാണ്. അതായത് ഹോർമൂസ് കടലെടുക്കുന്ന നിയന്ത്രണം തുടരും, അണുവായുധം ഉണ്ടാക്കുമെന്ന് ആരോപിക്കുന്ന എൻറിച്ച്മെന്റ് തുടരും, ഇറാനെതിരെയുള്ള എല്ലാ ഉപരോധങ്ങളും പിൻവലിച്ചവരെ സഹായിക്കണം എന്ന് തുടങ്ങി ഞെട്ടിക്കുന്ന മറ്റു 3 നിർദ്ദേശങ്ങൾ. ആ ഞെട്ടിക്കുന്ന 3 നിർദ്ദേശങ്ങൾ: 1, ഇറാന് നഷ്ടപരിഹാരം കൊടുക്കണം. അത് അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ നാശമുണ്ടാക്കിയതിന് മുഴുവൻ നഷ്ടപരിഹാരം കൊടുക്കണം. 2, GCC രാജ്യങ്ങളിൽ നിന്നും അമേരിക്കൻ സേന പിന്മാറണം. 3, ഹിസ്ബുള്ള അടക്കമുള്ളവരെ വെറുതെ വിടണം. ഈ 10 പ്രപ്പോസലുകളിൽ ആക്രമണം നിർത്തണം എന്നതൊഴികെ ബാക്കി എന്ത് അംഗീകരിച്ചാലും അത് അമേരിക്കയുടെയും ഇറാൻ്റെയും മാത്രമല്ല ലോകത്തിൻ്റെയും പരാജയമാണ്. ട്രംപ് ആവട്ടെ ഒരക്ഷരം പോലും ഈ പ്രപ്പോസലുകളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈ പ്രപ്പോസലിന് വഴങ്ങിയാണ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുന്നതെങ്കിൽ ലോകത്തിൻ്റെ നാശം ഉറപ്പായിരിക്കുന്നു. ഒരു കാര്യം കൂടി അറിയുക, വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് അമേരിക്ക പറയുമ്പോഴും ഇറാൻ ഇസ്രായേലിലേക്കും അബുദാബിയിലേക്കും സൗദി അറേബ്യയിലേക്കും ഈ രാത്രിയിലും ഈ വെളുപ്പാങ്കാലത്ത് വരെയും ആക്രമണം തുടർന്നിരുന്നു. തിരിച്ച് ഇസ്രായേൽ ഇറാനെയും ആക്രമിച്ചിരുന്നു. വെടിനിർത്തൽ ഇതുവരെ നടപ്പിലായിട്ടില്ല എന്നോർക്കണം. അങ്ങനെയാണ് ഇറാൻ ഇതിനെ കാണുന്നത്. ഇവിടെ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയിരിക്കുന്നത് GCC രാഷ്ട്രങ്ങളാണ്. അമേരിക്കയെ വിശ്വസിച്ച് ഇറാനിൽ നിന്നും സംരക്ഷണം ഉറപ്പാക്കാൻ അമേരിക്കൻ സേനയ്ക്ക് താവളമൊരുക്കി കൊടുത്ത് അവരുടെ സംരക്ഷണയിലാണ് കഴിയുന്നത് എന്ന് വിശ്വസിച്ച UAEയും സൗദി അറേബ്യയും കുവൈറ്റും ഖത്തറും ബഹ്റിനും ഒക്കെ അടങ്ങുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയി. കാരണം ഇറാനെ തടയാനുള്ള ശേഷി അമേരിക്കയ്ക്ക് ഇല്ലെന്ന് ഇവർക്ക് ബോധ്യപ്പെടുകയാണ്. മാത്രമല്ല, വലിയൊരു യുദ്ധത്തിലേക്ക് നയിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് അമേരിക്ക പിന്മാറിക്കഴിഞ്ഞാൽ ഇറാൻ കൂടുതൽ ശക്തിപ്പെടും, ഇറാന് വിധേയപ്പെടേണ്ടി വരും. ഇറാനെ നേരിടാൻ അമേരിക്ക സഹായത്തിനെത്തും എന്ന ആത്മവിശ്വാസം വെറുതെയാകും. അസാധാരണമായൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും സംരക്ഷണയിൽ കെട്ടിപ്പടുത്ത എണ്ണ വീതം വെച്ചുകൊണ്ട് വളർന്നു പന്തലിച്ച
GCC രാജ്യങ്ങൾ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന സാഹചര്യം രൂപപ്പെടും. ഇറാന് മുമ്പിൽ അവർ വഴങ്ങേണ്ടി വരും, ഇറാനോട് സന്ധി ചെയ്യേണ്ടി വരും. ഈ രാജ്യങ്ങളിലെ ജനാധിപത്യം, ഈ രാജ്യങ്ങളിലെ സുതാര്യത, ഈ രാജ്യങ്ങളിലെ മത തീവ്രവാദത്തോടുള്ള എതിർപ്പൊക്കെ അവർക്ക് വേണ്ടെന്ന് വയ്ക്കേണ്ട സാഹചര്യം രൂപപ്പെടാം. ഇതിനുള്ള ഏക പരിഹാരം അമേരിക്കയെ പുറത്താക്കി ചൈനയെയും റഷ്യയും സ്വീകരിക്കുക എന്നതാണ്. ചൈനയുടെയും റഷ്യയുടെയും സംരക്ഷണം മാത്രമാണ് ഇറാനിൽ നിന്നുള്ള ഭീഷണിയെ നേരിടാനുള്ള ഈ രാജ്യങ്ങളുടെ മുമ്പിലുള്ള ഏക വഴി. ലോകക്രമം അടിമുടി മാറാൻ കളമൊരുക്കിയിരിക്കുകയാണ് ട്രംപിൻ്റെ ഇറാൻ യുദ്ധം. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപുള്ള അമേരിക്ക ആയിരിക്കില്ല ഇനിയുള്ള അമേരിക്ക, അതിനേക്കാൾ എത്രയോ ദുർബലമായിരിക്കും. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപുള്ള ഇറാൻ ആയിരിക്കില്ല ഇനിയുള്ള ഇറാൻ, അതിനേക്കാൾ എത്രയോ ശക്തമായിരിക്കും. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപുള്ള ലോകക്രമമായിരിക്കില്ല ഇനിയുള്ള ലോകക്രമം. ഇറാൻ്റെ മത തീവ്രവാദ രാഷ്ട്രീയത്തിന് മുൻപിൽ വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്ന ഒരു ലോകക്രമം, ചൈനയും റഷ്യയും അമേരിക്കയേക്കാൾ ലോക നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു ലോകക്രമം, അതൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. അമേരിക്കൻ ശക്തിയെക്കുറിച്ചുള്ള ലോകത്തിൻ്റെ അമിതമായ ആത്മവിശ്വാസം ട്രംപ് ഇല്ലാതാക്കിയിരിക്കുന്നു. അത് ഇനി ലോകം അടിമുടി മാറുകയാണ്. അതിൻ്റെ ദുരന്തവും ദുഃഖവുമൊക്കെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ, ഫ്രീ സ്പീച്ചിൽ വിശ്വസിക്കുന്നവർ ഇനി അനുഭവിക്കേണ്ടി വരും.